ഒരു ദിവസം 450 തവണ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, 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 ലാ യദൂമു ഫീഹി കറുബും മിനൽ കുറൂബീൻ, പ്രയാസങ്ങളിൽപ്പെട്ട പ്രയാസങ്ങളൊന്നും അവനിൽ നിലനിൽക്കൂല. മനസ്സിലായില്ല? ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്ന ദിക്റിന് അദദുണ്ടോ? ഇല്ല, എത്രയും ചെല്ല. പക്ഷേ പ്രയാസങ്ങൾ നിലനിൽക്കാതിരിക്കാൻ വേണ്ടി ചെല്ലേണ്ട എണ്ണമാണ് എത്ര? 450. ഇനി എപ്പോഴും രണ്ടാമൊരു സമയം 24 മണിക്കൂറിനുള്ളിൽ ഒറ്റ തവണയായിട്ട് ചെല്ലണം. ഇനി ലായദുമു കർബും മിനൽ കുറൂബീൻ, പ്രയാസങ്ങളിൽപ്പെട്ട ഒരു പ്രയാസം ഇയാളിൽ എന്താവൂല, നിലനിൽക്കൂല. ഒരു പ്രയാസം ഉണ്ടായാൽ വേഗം നീങ്ങി വന്നാൽ പോവും. 450 വട്ടം. പക്ഷെ ഒരു ഇരുത്തത്തിന് ചെയ്യണം. ഇതിനുള്ള കൃത്യം ഇത് തൻസീഫ് ചെയ്യാം, തജ്സിയത്ത് ചെയ്യാം. തൻസീഫ് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് പറയാം, ഇജ്സാവും പറ്റും തൻസീഫും പറ്റും. അതായത് എങ്ങനെ? ഇപ്പൊ നമ്മൾ 3 ആളുണ്ട്, ശ്രദ്ധിക്കുക, നമ്മൾ 3 ആളുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ 150, നിങ്ങൾ 150, അങ്ങനെ ചൊല്ല. അങ്ങനെയല്ല, ഭാര്യ ശരി ഭർത്താവും കൂടി പകുതി ആക്കി ചെല്ല. അല്ലെങ്കിൽ നമ്മൾ അനുസരിച്ച് അപ്പൊ ഇന്നലെ ഒരു മജ്‌ലിസിൽ മിനിഞ്ഞാന്നൊരു മജ്‌ലിസിൽ ഞാൻ പങ്കെടുത്തു. അപ്പൊ ഞങ്ങൾ 12 ആളുകളുണ്ട്. അപ്പൊ 12 ആളുകളുണ്ട്. അപ്പൊ 12 ആളുകളെ ഡിവൈഡ് ചെയ്തപ്പോ ഏകദേശം ഒരു 30ന്റെ അത്ര കിട്ടി. പിന്നെന്തോ ചില്ലറ ബാക്കി ഉണ്ടായുള്ളൂ. അപ്പൊ എല്ലാവരും 30 വന്നുള്ളൂ. അങ്ങനെ ചെയ്യാം. ഓരോരുത്തരും 450 വട്ടം ചെല്ലലാണ് ഏറ്റവും അഫ്ളൽ. എന്നാൽ ഇങ്ങനെയും ചെയ്യാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഒരു വക്തിൽ തീർക്കണം. അതായത് നിങ്ങൾ ഇപ്പൊ 10 വട്ടം ചൊല്ലി കുറച്ചൊത്ത്, അങ്ങനെയല്ല. ഒരു ഇരുത്തത്തിൽ 450 തീർക്കണം. അത് നിങ്ങൾക്ക് പരസ്പരം ഓരിച്ച് തീർക്കാൻ അങ്ങനെയും ചെയ്യാം, ഒറ്റയ്ക്കാണ് അങ്ങനെയും ചെയ്യാം. ഇനി അതാണ് ഏറ്റവും നല്ലത്, അതാണ് ഏറ്റവും അഫ്ളൽ. ഇനി ഇങ്ങനെയും പറ്റും. എങ്ങനെ? തൻസീഫ് ചെയ്യാം, പരസ്പരം എന്ത് ചെയ്യാം, ഒരു ചെയ്യാം. ഇനി യാ ലത്തീഫിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അവന് ജീവിത മാർഗങ്ങൾ പ്രയാസപ്പെടുന്നുണ്ട് എന്ന് കണ്ടാൽ യാ ലത്തീഫിന് അദദില്ല. പക്ഷെ പ്രയാസപ്പെടുന്നുണ്ട് ജീവിത മാർഗങ്ങൾ എന്ന് കണ്ടാൽ ജീവിത മാർഗത്തിലെ പ്രയാസം കുറക്കാൻ വേണ്ടി യാ ലത്തീഫിനെ 2 വഴിയിൽ ചൊല്ലാം. ഒന്നിരിക്കൽ 129 അല്ലെങ്കിൽ 1000. വഖത്തിന്റെ നിസ്കാരത്തിന് ശേഷമാണെങ്കിൽ 129 ചൊല്ലലാണ് നല്ലത്. എല്ലാ വഖത്ത് ഒരു പ്രയാസമുള്ള ആള്, ഒരു പ്രയാസം ജീവിത മാർഗം ഇങ്ങനെ പ്രയാസമാണെന്ന് കണ്ടാൽ ഒരു ഫർള് നിസ്കാരം കഴിഞ്ഞ് അതിന്റെ ദ്വായം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നോ നടന്നോ എന്തില്ല, യാ ലത്തീഫ് 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 എത്ര? 129. പാതിരാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ടാണെങ്കിൽ 1000 ആണ് അഫ്ളൽ. 1000. ജീവിത മാർഗം പ്രയാസം കൂടുന്നുണ്ട് എന്ന് കണ്ടാൽ, അതായത് ഇപ്പൊ കച്ചവടം തുടങ്ങി, കച്ചവടം ഇട്ടു, പൈസ പോയി എന്നല്ലാതെ അങ്ങോട്ട് വരുന്നില്ല, ഒരു പ്രയാസം വരിക, കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകണില്ല, ഒക്കെ അങ്ങോട്ട് പോകാനുള്ളതാണ്, ഇങ്ങോട്ട് വരുമാനം കാണുന്നില്ല, മനുഷ്യന് ബുദ്ധിമുട്ട് വന്നാൽ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മനസ്സിലാ പറഞ്ഞത്? ഇങ്ങനെയൊക്കെയുള്ള ഇത്തരം ജീവിത പ്രയാസങ്ങൾ വരുന്ന സന്ദർഭത്തിൽ യാ ലത്തീഫിനെ ഓരോ വഖ്തിലെ നിസ്കാരം കഴിഞ്ഞാലും 129, അതാണ് ഒരു അദദ്, 129. എന്നാൽ യാ ലത്തീഫിന് അദദുണ്ടോ? ഇല്ല. ഒരു നിർദ്ദിഷ്ട ലക്ഷ്യത്തിന് വേണ്ടിയാണ് അദദ്. ഒന്നിരിക്കൽ 129, അല്ലെങ്കിൽ രാത്രി ഒക്കെ ആണെങ്കിൽ എന്ത്, തഹജ്ജുദ് നിസ്കരിച്ചിട്ട് യാ ലത്തീഫ് 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 ഇങ്ങനെ 1000. ഇങ്ങനെ ഇതുപോലെ ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ ഈമാൻ എപ്പോഴും തടിയിൽ ബാക്കിയാകാൻ ഒരു അമല് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളോടുള്ളത് ഇഷ്ടം കൊണ്ട്, എല്ലാം കൂടി പറഞ്ഞു കൊടുക്കുന്നത് ഖൈറില്ല, എന്നാലും ഞാൻ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് പറഞ്ഞുതരാം. എന്തെന്നറിയോ? എല്ലാ ദിവസവും നിങ്ങൾ ഇബ്രാഹിം സൂറത്തിലെ 27-ാമത്തെ ആയത്ത് 41 വട്ടം ചൊല്ലുക. എന്നും ചൊല്ലുക. 27-ാമത്തെ ആയത്ത് 48 വട്ടം ചൊല്ലുക. സൂറത്ത് ഇബ്രാഹിം 41 വട്ടം. ഇബ്രാഹിമി സൂറത്ത് ഇബ്രാഹിമിന്റെ 27-ാമത്തെ ആയത്ത് 41 വട്ടം. ഒരു കാലത്ത് ഈമാൻ നഷ്ടപ്പെടില്ല. എന്നും
സമയമില്ല. 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒറ്റ ഇരുത്തത്തിന് തീർക്കണം. ഈമാൻ ഒരിക്കലും ഈമാൻ പോവില്ല. ആയത്ത് കണ്ടില്ലേ? യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ വയുളില്ലുല്ലാഹു അൽ-ളാലിമീന വയഫഅലുല്ലാഹു മാ യശാ. 41 വട്ടം എല്ലാ ദിവസവും. ഈമാൻ നഷ്ടപ്പെടൂല. ഇത് മുതലാണട്ടാ. ഇതിങ്ങനെ അന്തം വിട്ടവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതല്ല. 40 അല്ല കണക്കെടോ. 40 ചോറുണ്ടാക്കി മുണുങ്ങലാണ്. 41 ദിക്റിന്റെ കണക്ക് 41 വട്ടം. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ വയുളില്ലുല്ലാഹു അൽ-ളാലിമീന വയഫഅലുല്ലാഹു മാ യശാ. നിങ്ങൾക്ക് ഇതിൽ ചെല്ലാനുള്ള സമ്മതമുണ്ട്. ഞാൻ ഇത് എല്ലാ ദിക്റും അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. അതിൻ്റെ ഫലം കിട്ടണമെങ്കിൽ അതിനൊരു സബീലുണ്ട്. എനിക്ക് അത് സമ്മതം തന്ന ഒരാളുണ്ട്. അവരിൽ നിന്ന് എനിക്ക് ഈ ആയത്തിൻ്റെ ഒരു സമ്മതമുണ്ട്. ആ സമ്മതം മുസ്തഫ നബിയിലേക്ക് എത്തും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് സമ്മതം കിട്ടിയ ആളിൽ നിന്ന് സമ്മതം കിട്ടിയവരിൽ നിന്ന് സമ്മതം കിട്ടിയിട്ടല്ലാതെ ഞാൻ ഇത് ചൊല്ലുന്നില്ല, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുമില്ല. അത് കൃത്യമാണ്. അതിനെനിക്ക് സമ്മതമല്ല. നിങ്ങൾക്ക് പറഞ്ഞുതരാൻ സമ്മതമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ അഹിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്തോളൂ. നിങ്ങൾ വിൽക്കണ്ട. നിങ്ങൾ ഭാര്യക്ക് പറഞ്ഞു കൊടുത്തോളൂ. നിങ്ങളെ കുടുംബത്തിന് നിങ്ങൾക്കും ആർക്കും ഇത് ചൊല്ല. പക്ഷെ ഈ ഓരോന്നിനും റസൂലുള്ള ഓരോരുത്തർക്ക് പറഞ്ഞൊരു സിൽസിലുണ്ട്. ഈ ആയത്തിന് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ ഷേഖ്, അവരുടെ ഷേഖ്, അവരുടെ ഷേഖ്, അവരുടെ ഷേഖ്, റസൂലുള്ള വരെ കൃത്യമായി ഇങ്ങനെ ഇരുന്നെണ്ണം കഴിയും. അല്ലാതെ പറയില്ല. ഇബ്രാഹിം സൂറത്തിലെ 27-ാമത്തെ ആയത്തോട് യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ വയുളില്ലുല്ലാഹു അൽ-ളാലിമീന വയഫഅലുല്ലാഹു മാ യശാ. എപ്പോഴെങ്കിലും ചൊല്ലിക്കളി. ഒരു സമയം നിർണ്ണയിക്കലാണ് നല്ലത്. ഒരു സമയം നിർണ്ണയിച്ചാൽ നിങ്ങളെ സമയം നിർണ്ണയിക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടം. അത് എൻ്റെ സൗകര്യമാവില്ല, നിങ്ങളെ സൗകര്യം. എനിക്ക് ചിലപ്പോൾ അത് ഇഷാൻ്റെ ശേഷമായിരിക്കും. ഞാൻ ചിലപ്പോൾ അത് ഇഷാൻ്റെ ശേഷം ചെല്ലി തീർക്കും. അങ്ങനെ 41 വട്ടമാണ് ചെല്ലെടുത്ത് തീർക്കും. ഒറ്റ ഇരുന്നാണ് ചെല്ലും. ഒന്നുമില്ലാതെ ചൊല്ല. പക്ഷെ ഏതൊരു കാര്യവും, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ഏത് കാര്യവും അതിൻ്റെ പൂർണ്ണഫലം നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ ഒതു വേണം. ഞാൻ ഇപ്പോഴും ഉള്ളവനാണ്. ഒതു ഇല്ലാത്ത ഒരു ക്ലാസ് ഈ 16 കൊല്ലത്തിന് എടുത്തത് എനിക്ക് ഓർമ്മയില്ല. അത് ഒന്നുമില്ലാത്ത ഒരു അമലും പറഞ്ഞു തരില്ല. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഈ 10-16 കൊല്ലത്തിൻ്റെ ഉള്ളിൽ 10-16 കൊല്ലമായിട്ടുണ്ടാവും. എല്ലാ ക്ലാസ്സിനും ഒതു ഉണ്ടാവും. ഒതു വേണം. ഒതു വേണോന്ന് എന്നോട് ചോദിക്കണ്ട. മരത്തുമ്മ കയറിയിട്ട് പിടിക്കണോന്ന് ചോദിക്കുന്നത് പോലെ ചോദിക്കണ്ട. ഒരു മോമിനായ മനുഷ്യന് എന്ത് വേണം? ഒതു വേണം. നിസ്കരിക്കാൻ ഒതു പുതുക്കുക വേണ്ടത്. നിസ്കരിക്കാൻ ഒതു ഉണ്ടാക്കല്ല, ഒതു പുതുക്കുക. ഇല്ല. എന്നാൽ വുളു എപ്പോഴും തജ്ദീദ് ചെയ്യലിന്റെ ഒരു അഫ്ളലിയത്തുണ്ട്. ഒരു വഖത്തിലെ നിസ്കാരം കഴിഞ്ഞിട്ട് അതിന്റെ റവാത്തിബിന് വേണ്ടി വുളു പുതുക്കേണ്ട സുന്നത്ത് ഇല്ല. അതെ വേണ്ട. ഒരു വുളു എടുത്താൽ ഒരു നിസ്കാരം ഉദ്ദേശിച്ച ഒരു ഫർള് നിസ്കാരം ഉദ്ദേശിച്ച വുളു, ആ ഫർളിന്റെ റവാത്തിബിന് വേണ്ടി വുളു മടക്കേണ്ടതില്ല. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഈ പറഞ്ഞത് മനസ്സിലായി. ഏത് ദിക്റാണെങ്കിലും എന്തുണ്ടാവുക? ആ ചോദ്യത്തിന് തന്നെ മഴനല്ല.